ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത്രയും നെഗറ്റീവ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് താങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അങ്ങനെ മറുപടി ഇങ്ങനെ കൊടുത്താൽ കുറച്ചൊരു സമാധാനം. ഇവൾക്ക് മറുപടി കൊടുക്കാം. ഞാൻ മറുപടി കൊടുക്കുമ്പോൾ ഇതൊക്കെ തുടങ്ങി ഒക്കെ സെറ്റാക്കിയത് ഞാനല്ലേ. അപ്പം ഞാൻ മറുപടി കൊടുക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഒരു ഇതായോ, നമ്മളെല്ലായിടത്തും ഇങ്ങനെ ക്ഷമിച്ച് ഇങ്ങനെ നിന്ന് പോണ ആളാണ്. അതായത് നമ്മൾ താഴ്ന്നു കൊടുത്താൽ റെഡി ആവുമെങ്കിൽ റെഡി ആവട്ടെ, അങ്ങനത്തെ ഒരു ടൈപ്പാ. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. പക്ഷെ ഇവിടെ ഒട്ടും അങ്ങനെയല്ല. ഇവിടെ ഇങ്ങനെ ഉരുളക്കുപ്പേരി ഇവിടുന്ന് എന്താ പറഞ്ഞ അതേ പറഞ്ഞ് റിട്ടേൺ പോകും. പക്ഷെ രണ്ടാളും കൂടി പാവമായി കഴിഞ്ഞാൽ എല്ലാരും കൂടെ നിങ്ങളെ യൂസ് ചെയ്യൂലേ? ഒരാൾ അങ്ങനെ നിൽക്കുന്നതല്ലേ നല്ലത്. സോഷ്യൽ മീഡിയയിൽ പിന്നെ അങ്ങനെ എതിർത്ത് നിൽക്കാനും നമ്മളെല്ലാരും പക്ഷെ എല്ലാ നെഗറ്റീവിനൊന്നും പറയില്ല കേട്ടോ. ചിലപ്പോ നമ്മള് നന്നാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയും. ചില നെഗറ്റീവ്സ് നമുക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോ പക്ഷെ അത് നമ്മളെ പറ്റിയൊരു മിസ്റ്റേക്ക് ആണല്ലോ. നമുക്ക് അങ്ങനെ റിയലൈസ് ചെയ്തൊരു സംഭവം ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ കുട്ടീനെ എടുക്കുന്ന ടൈമിലാണ് കുട്ടീനെ, അതായത് കുട്ടിയായതിനു ശേഷം ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ള അമ്മമാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തരലുണ്ട്. അത് ഇപ്പൊ ഈ കമന്റ്സ് ഇടുന്നോണ്ടാണല്ലോ. അതൊക്കെ നമുക്ക് ഭയങ്കര എന്താണ്, അതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ നോക്കുന്ന കാര്യങ്ങളല്ലേ. നമ്മളെ ജഡ്ജ് ചെയ്യല്ലോ, അങ്ങനെ ഇടരുത് ഇങ്ങനെ ഇടരുത്, ഈ മാക്സി ഇടരുത്. ജഡ്ജ്മെന്റ് ആണ് നമ്മൾക്ക് ഇഷ്ടമല്ലാത്തത്. നമ്മളെ ഇഷ്ടല്ലേ, നമ്മളെ ഓല ഇഷ്ടത്തിന് ജീവിച്ച ഓല ജീവിതമായി പോലെ. അതെ അതെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ സംസാരിക്കണ പോലും വ്ളോഗിൽ സംസാരിക്കലില്ല. ഇല്ല. ഇപ്പൊ സിനൂസ് നിങ്ങൾ വരുമ്പോ 3 പ്ലേ ബട്ടൺ കാണും. അതിലൊരു പ്ലേ ബട്ടന്റെ അവകാശികളാണ് സിനൂസ് കിച്ചണില്. പക്ഷെ അതില് വീഡിയോ ഇടണമെങ്കിൽ ഞാൻ ഇടിയിപ്പിക്കണം. എടി ഇന്ന് ഇന്നത് വെക്ക്, ചിലപ്പോൾ ഒരു പ്രോൺസ് അല്ലെങ്കിൽ ചെമ്മീൻ എന്തെങ്കിലുമൊക്കെ വെച്ച് ഞാൻ തന്നെ വാങ്ങിക്കോ, എന്തെങ്കിലും ഉണ്ടാക്കിക്കോ, അങ്ങനെ ഉന്തി വിടാറാ. സിനൂസ് കിച്ചണിന് വേണ്ടിയിട്ടാണല്ലോ ഇത്ര നല്ല കിടിലൊരു കിച്ചൺ തന്നെ പണിതത്. അത് അവളുടെ IK കിച്ചണിൽ ഇങ്ങനത്തെ ഒരു കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അവൾക്ക് ഇങ്ങനത്തെ ഒരു കിച്ചൺ വേണം. ആഗ്രഹം നടത്താനാണല്ലോ ജീവിതം എന്ന് പറഞ്ഞു. ആഗ്രഹം നടത്തിയാണ്, പക്ഷെ ഇപ്പൊ ഉപയോഗിക്കണില്ലാന്നുള്ളൂ. കിച്ചൺ ഉപയോഗിക്കുന്നില്ലേ? അതിന്റെ അപ്പുറത്തെ കിച്ചൺ ഉപയോഗിക്കണ്ട്. ചോദിച്ചപ്പോ ഷോ ആണെന്ന്. വർക്ക് ഏരിയയിലാണ് പാചകം, ഇതിനകത്തിലൊന്നും ഇവിടെ എന്താ വെച്ചാ ഇവിടെ അവിടെ പണിയെടുക്കുന്നതിന്റെ കൂടുതൽ ഇവിടെ പണിയെടുക്കണം. കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ വൃത്തിയാക്കണം. അവിടെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വൃത്തിയാക്കിയാൽ മതി. ഈ വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പണിയാണ്. അതിനിടയ്ക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഞാനത് ചോദിക്കാൻ നിൽക്കായിരുന്നു. ഈ കുഞ്ഞു മോളൊക്കെ ആയിട്ട് ഈ വൈറ്റ് പെയിന്റും ഫേർണിച്ചേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടായിരിക്കുമല്ലോ. പാടൊക്കെ നല്ല പാടാ. അതിപ്പോ ഒന്നും ആയില്ല. ഇനി വരക്കാൻ ടൈമിൽ 2 വയസ്സും കൂടി ആവണം. അപ്പോഴാവും ചുമര്. ഇപ്പൊ നല്ല വൃത്തിയിലല്ലേ ഇറങ്ങും. ഇപ്പൊ 1 ഇയർ ആകുമ്പോ എനിക്ക് ഇങ്ങനെ നല്ല ഇതുണ്ട്. അടുത്ത കൊല്ലങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ അന്ന് ഈ വീടുതേമാരി ഉണ്ടാകും. പിന്നെ മക്കളല്ലേ നമ്മള്, പിന്നെ പറയുന്നിടത്തും ഉണ്ട്. പിന്നെ ഓല് കളിക്കേണ്ട പ്രായമാണെന്ന് പറഞ്ഞിട്ട് ഓല് നിന്ന് വരക്കും. ശ്രദ്ധിക്കാൻ കഴിയൂല നമ്മൾ. അതെ. നൗഫലാണെങ്കിലേ ഈ വീട്ടില് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഇവിടെ ചെയ്തൊരു കാര്യം എന്താ? ഈ വീട്ടില് വേണം ഇത് ഈ ഒരു സംഭവം, ഈ ഒരു നടുമുറ്റം, ഈ ഒരു ഊനാലും ഞാൻ ആഗ്രഹിച്ചുണ്ടാക്കിയതാണ്. ഒരുപാട് ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ ആൾക്കാർ വരുന്നത് പെരടുള്ള അമ്പലമാണെന്ന് ചോദിച്ച ആൾക്കാർ വരാം. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഈ ഒരു ഈ മഴയൊക്കെ പെയ്യുന്ന ടൈമില് നന്നായിട്ട് മഴ ഉണ്ടായിരുന്നു, കട്ടൻ ചായ കുടിച്ച് ഇങ്ങനെ ഊനാലാടി ആഗ്രഹിച്ച് ചെയ്തൊരു സംഭവം. പണ്ട് തമിഴ് സിനിമകളൊക്കെ കാണുമ്പോ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ കാണലുണ്ട്. അപ്പൊ നമ്മുടെ ആഗ്രഹം പെര വെക്കുമ്പോഴല്ലേ നടക്കുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ. അപ്പൊ ഇതിലും നെഗറ്റീവ്സ് ഒക്കെ അപ്പൊ വന്നിട്ടുണ്ടായിരുന്നോ? നെഗറ്റീവ്സ് അതന്നെ നമ്മള് പറഞ്ഞത്. ഇതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ ആഗ്രഹമാണല്ലോ, അതിന്റെ ആവശ്യമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫാമിലി വ്ലോഗേഴ്സ് ആയതുകൊണ്ട് മാത്രമല്ലേ നമ്മൾ ഇതിനൊക്കെ നാട്ടുകാരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. നാട്ടുകാരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവര് ഇങ്ങനെയാണ് ചിന്തിക്കുക, ഞങ്ങള് കാരണം നിങ്ങൾ രക്ഷപ്പെട്ടു, അപ്പോ നമ്മളെ മേലൊരു അധികാരം എടുക്കുക. അങ്ങനെ ഉണ്ടല്ലേ? അത് മിക്കവാറും ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോഴും പറയുന്നുണ്ട് അവര് വീഡിയോസ് കാണുന്ന സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. പക്ഷെ ഒരാളെ ഇവിടെ പറഞ്ഞ മാതിരി ജഡ്ജ്മെന്റ് ചെയ്യുക, അവര് വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടോട്ട് അവര് പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവരുടെ ജീവിതം ആയിട്ട് മാറില്ല. അപ്പൊ പിന്നെ നമുക്ക് ഈ രക്ഷപ്പെട്ടതിൽ ഒരു കാര്യമില്ലാതായി പോയി. അതെ 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 അതെ. അങ്ങനെ അവര് പറയുന്ന ഒരു ട്രാക്കിലൂടെ തന്നെ നമ്മൾ ജീവിക്കണം എന്നുള്ള രീതി. ഇപ്പൊ ഈ വീട് പെരുന്നാളിന്റെ ടൈമില് ഞാൻ എന്റെ വണ്ടി ഞാൻ പണിക്കിട്ടിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ഫ്രണ്ട് ഉണ്ട് ഷാജഹാൻ, ഇപ്പൊ അടുത്ത് ഷാജഹാൻ ഷാ എന്ന് പറയും, അവന് വണ്ടിയുടെ കച്ചവടം. അപ്പോ എന്റെ വണ്ടിയുടെ പണിക്കിട്ടപ്പോൾ അവര് എനിക്കൊരു BMW തന്നു. അപ്പൊ ഞാൻ തരുമ്പോ തന്നെ പറഞ്ഞു ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി എടുത്തോണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റൂല. ആ BMW ഇവിടെ ഒരു 3-4 ദിവസം ഇട്ടപ്പോഴേക്കും നാട് മൊത്തം നമ്മൾ ഭയങ്കര അഹങ്കാരിയായി മാറി.
രണ്ടു ദിവസം കൊണ്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടേ ഇജിള്ള വണ്ടി എനിക്ക് കൊണ്ടുവന്ന് പറഞ്ഞു. അതങ്ങനെയാണ്. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ നല്ല രീതിക്ക് നടക്കണ കാണാൻ നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടിലും ചിലവർക്കൊന്നും ഇഷ്ടമല്ല. കാരണം അവരുടെ മുന്നിലൂടെ ചട്ടിയും പാത്രവും ചട്ടുകവും വെച്ചിട്ട് വള്ളി ട്രൗസർ ഇട്ട് പുള്ളിക്കുപ്പാവ് ഇട്ട് എത്രയോ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് കല്ലേറ്റി നടത്തുന്ന ഒരു മനുഷ്യനല്ലേ. അപ്പൊ അതേ സ്ഥലത്ത് നമ്മൾ BMW പോകുമ്പോൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ ദേഷ്യം പോലെ പറഞ്ഞു തീർക്കും, അല്ലെങ്കിൽ എന്താണ് ഷെഡിലിരുന്ന് എന്തെങ്കിലുമൊക്കെ നമ്മളങ്ങനെ പച്ചർച്ച ഒന്നുകൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ഈ നാട്ടിലൊക്കെ ആണെങ്കിലേ പെട്ടെന്ന് ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ഏറ്റവും കൂടുതൽ ഈ കുശുമ്പ് കൂടിയിട്ട് ഇൻസൾട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവം പുത്തൻ പണക്കാരാണ് പറയുന്നതൊക്കെ അല്ലേ? അത് പൊതുവെ നമ്മൾ കുറെ ടൈം കേട്ടിട്ടുണ്ട് പുത്തൻ പണക്കാര് എന്നുള്ളത്. അത് ഇതുകൊണ്ടൊക്കെ തന്നെ പറയാം, നമുക്ക് പെട്ടെന്ന് പൈസ വന്നു എന്താ. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സഹായ അഭ്യർത്ഥന കൂടിപ്പോയി. നമുക്ക് എന്താ വെച്ചാൽ ഇല്ലാന്ന് പറഞ്ഞ ഈ ജീവിത രീതിയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും സേവിങ്സ് ഇപ്പോഴും ആയില്ല. ആഗ്രഹം തീർത്തുന്നുള്ളൂ, സേവ് ചെയ്യാൻ മാത്രം നമ്മളൊന്നും ആയില്ല. അതായത് മാസത്തെ വരുമാനം ആ മാസം തീരും. ഇപ്പൊ ചിന്തിച്ചാൽ മതി, 2 മക്കള്, പിന്നെ ഒരു വീടും കാര്യങ്ങളും കാറും. കാറൊക്കെ അടവാണ്, അതൊക്കെ അടഞ്ഞു പോണം. ഇപ്പൊ സത്യം ഒരു മിഡിൽ ഫാമിലി എന്നുള്ള ലെവലിൽ നിൽക്കുന്നുള്ളൂ. പക്ഷെ നമ്മള് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് വീഡിയോ കണ്ടിട്ടല്ലേ നിങ്ങൾക്ക് പൈസ ഇട്ടുണ്ടെന്നൊക്കെ ചോദിച്ചാൽ എന്താ പിന്നെ പറയാം? ഒന്നും പറയാനല്ല. അതിനൊരു വീതം അമ്മക്കുള്ളാണെന്നൊക്കെ പറഞ്ഞു ഒരാള്. നമ്മള് നെറ്റ് കയറ്റി നിങ്ങളെ കണ്ട് ഞാൻ പറഞ്ഞു കേട്ടാ നിങ്ങള് വീഡിയോ അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ചിലപ്പോ ഇങ്ങോട്ട് കൊണ്ടോട്ടോ എന്നൊക്കെ പറയും. നമ്മൾ കണം കൊടുത്ത പോലെ പൈസ നാളെ വീട് കിട്ടുമോ എന്നൊക്കെ പറയും. ആരാന്ന് തന്നെ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ ഇവര് കോൾ ചെയ്തു? ഞാൻ എന്റെ നമ്പറൊക്കെ പബ്ലിക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. പെയ്ഡ് കൊളാബറേഷൻ ഒക്കെ ചെയ്യുന്നോണ്ട് അതില് നമ്പർ കൊടുത്തുകൊണ്ട് അങ്ങനെ വരലാണ്. അപ്പൊ ഇതിന് സത്യം പറഞ്ഞാൽ ഈ പെയ്ഡ് കൊളാബ്സിനേക്കാളും കൂടുതൽ അഭ്യർത്ഥന കോളുകളാ കൂടുതൽ വരാറ്. അത് പറഞ്ഞാൽ മനസ്സിലാവൂല. നമ്മളിപ്പോ എന്താ വെച്ചാൽ അന്നന്ന് അതാത് മാസത്തിൽ കിട്ടുന്നതിന് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഡെലിവറി പെട്ടെന്ന് 2 ഡെലിവറി, അതിൻ്റെ ഒരു ബർത്ത്ഡേ പ്രോഗ്രാംസ്, പിന്നെ പെങ്ങളുടെ കല്യാണം, പെങ്ങളുടെ കുട്ടിയുടെ പരിപാടി, ഇതൊക്കെ ഈ വീട്ടിലെ കുടുംബനാഥൻ എന്നുള്ള നിലക്ക് നമ്മുടെ മേലല്ല എല്ലാം ഉണ്ടാവുക. അപ്പൊ അതൊക്കെ തീർത്തിപ്പതിനടക്ക് ഉമ്മാനും ഉമ്മറക്ക് വീടല്ല, അതിനൊക്കെ ചെലവ് തന്നെയാണ്. പിന്നെ വാപ്പാന്റെ കൊല്ലം തയ്ച്ച്, അതായത് ഒരു കുടുംബത്തിലൊരു കുടുംബനാഥനെ അറിയാം ആ വീട്ടിലെ ചെലവുകൾ എന്തൊക്കെയാന്നുള്ളത്. അതായത് നമ്മള് ഡെവലപ്പ് ആവാൻ എല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു സ്വന്തമായിട്ട് എന്താ പറയാ ഒരു ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പൊ അതൊരു 2 ഷോപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് സേഫ്റ്റിക്കാണ്. കാരണം യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമും ഈ ഫേസ്ബുക്കൊക്കെ പോയി കഴിഞ്ഞാലും അതായത് പെരയിലെ ചെലവുകൾ നടക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഇപ്പൊ തുടങ്ങിയില്ല. അതിപ്പോ റണ്ണിങ് ആയിട്ടുണ്ട്. ഇനി രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതുവരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, മൊത്തത്തില് ഹാപ്പി ആയിട്ട് പോകുന്നു.